പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പലപ്പോഴും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ തന്നെയാണ്. ഡ്രസ്സിംഗ് സെൻസ് ഇത്രമാത്രം നന്നായി ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭരണാധികാരി ഇതുവരെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അടക്കം പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി വിജയ് എത്തുമ്പോൾ അവിടെ ഏറെ ശ്രദ്ധേയമാകുന്നതും ഡ്രസ്സിങ്ങിന്റെ കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അല്ലെങ്കിൽ ചർച്ചയാകുന്നത് നരേന്ദ്രമോദിയുടെ വസ്ത്രവിധാനത്തെക്കുറിച്ചല്ല, മറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിന്റെ വസ്ത്രത്തെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോൾ നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയ് ഉപയോഗിച്ച ആ ഒരു വസ്ത്രധാരണ രീതി, അദ്ദേഹം ഫോളോ ചെയ്ത ആ ഒരു വസ്ത്രധാരണ രീതിയെ വിമർശിച്ചും പ്രതിരോധിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച കൊഴുക്കുകയാണ്. വെള്ള ഷർട്ടും ബ്ലാക്ക് ബ്ലേസറുമാണ് വിജയ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഷർട്ടിന്റെ ആദ്യ ബട്ടണുകൾ ഇട്ടിരുന്നില്ല, അതുകൊണ്ട് അതിനുള്ളിൽ വിജയ് ധരിച്ച ബനിയൻ കണ്ടു എന്നതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആയ സേവാ തീർത്ഥിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഔദ്യോഗിക പരിപാടികളിലും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ബ്ലേസറും ധരിച്ചാണ് വിജയ് എത്തുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴും വിജയുടെ വിവസ്ത്രധാരണ ശൈലി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയെ കാണാനെത്തിയപ്പോൾ ബ്ലേസറിനൊപ്പം ധരിച്ച ഷർട്ട് അലസമായിട്ടിട്ടു. അത് സമൂഹ മാധ്യമങ്ങളിൽ ചിലരെ ചൊടിപ്പിച്ചു. ഇത്ര ശ്രദ്ധയില്ലാതെയൊക്കെ വസ്ത്രം ധരിച്ചാണോ പ്രധാനമന്ത്രിയെ കാണാൻ പോകേണ്ടത് എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വിജയ് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ ചെലുത്തണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് വിജയുടെ ലാളിത്യമാണ് എന്നാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർ പറയുന്നത്. വിമർശിക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത് എന്നും അവർ ചൂണ്ടിക്കാണുന്നു. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ പലർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ വിമർശനങ്ങളെ അതിൻ്റെതായ രീതിയിൽ എടുക്കുക, സപ്പോർട്ട് ചെയ്യുന്നതിനെ അതിൻ്റെ രീതിയിൽ സന്തോഷത്തോടെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ വിജയ് എന്ന സെലിബ്രിറ്റിയുടെ നേരെ എന്നല്ല, ഒരു പേഴ്സൺ, ഇപ്പോൾ ആസ് എ പേഴ്സൺ നമ്മളോടായാലും ഒരാൾ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അനുകൂലിക്കുമ്പോൾ അനുകൂലമായി പറയുന്ന പ്രസ്താവനകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് എങ്കിൽ അതിനെ ആ രീതിയിൽ സന്തോഷമെടുക്കുക. വിമർശിക്കുന്നതിനെ ഒരു നാണയത്തിന്റെ രണ്ട് വശമുണ്ടല്ലോ, ആരോടും തർക്കിക്കാൻ പോകാതിരിക്കുക. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട CBIയുടെ ചോദ്യം ചെയ്യലിനാണ് ഇതിനു മുമ്പ് വിജയ് ഡൽഹിയിൽ എത്തിയത്. ഇതിന് മാസങ്ങൾക്ക് ശേഷമുള്ള ഈ സന്ദർശനം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടാണ്. ഈ നേട്ടത്തിന്റെ ശോഭ കെടുത്താനാണ് ഇത്തരം വിവാദങ്ങളെന്നാണ് ആരാധകർ പറയുന്നത്. ബുധനാഴ്ചയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദില്ലിയിൽ സേവാ തീർത്ഥിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ 20 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. തമിഴ്നാടിന്റെ വിവിധ ആശങ്കകളും ആവശ്യങ്ങളും വിജയ് മോദിയോട് പങ്കുവച്ചു. വന്ദേമാതരം വിവാദം, മെക്കേദാട്ട് അണക്കെട്ട് വിഷയം, തമിഴ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ശ്രീലങ്കൻ നാവികസേനയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിജയ് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റ ശേഷം വിജയുടെ ആദ്യ ഡൽഹി യാത്രയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചോള കാലഘട്ടത്തിലുള്ള ചെമ്പോലകൾ നെതർലൻഡ്സിലേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നതിന് വിജയ് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. എന്തായാലും വേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നിർവചിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു സംഗതിയാണ് എങ്കിൽ പോലും അത്രമാത്രം ഒരു മോശമായൊരു വേഷം അല്ല, വേഷവിധാനമല്ല, അല്ലെങ്കിൽ അത്ര ഒരു ഡ്രസ്സിങ് ശൈലി അല്ല വിജയ് സ്വീകരിച്ചത് എന്ന് തന്നെയുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. പിന്നെ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാലോ, നല്ല അഭിപ്രായമായാലും മോശം അഭിപ്രായമായാലും അതിനെല്ലാം ആ അർത്ഥത്തിൽ എടുക്കുക, മുന്നോട്ട് പോവുക. ന്യൂസ് ഡെസ്ക് കർമ്മ.